കുറച്ച് മലയാള മാധ്യമങ്ങളെ കണ്ടിട്ടല്ല ലോക കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം CPM-ന്റെ ദേശീയ സെക്രട്ടറിയാണ്. ട്രംപ് US-ൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റിന് നേരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ കോമഡി എന്നതിനപ്പുറത്തേക്ക് വേറെ അതിനൊരു സീരിയസ്നെസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് MA ബേബിയുടെ ഒരു പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം MA ബേബി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് MA ബേബി പറയുകയുണ്ടായത്. എന്ത് നടപടിയായിരിക്കാം പാർട്ടി ഡൊണാൾഡ് ട്രംപിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഏറെ കൗതുകവും അതിനുപരി ചിരി അടക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ വാർത്ത കണ്ട ആ സമയം മുതൽ ഞാനുണ്ടത്. അതായത് CPM പോലുള്ളൊരു പാർട്ടി അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, ഈ MA ബേബി അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ മാത്രമാണ് ഇന്ന് നിലവിൽ CPM ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ഒരു MLA ഉണ്ട്, തമിഴ്നാട്ടിൽ 2 MLA-മാരുണ്ട്. വളരെ ചുരുങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രം ഉള്ള ഒരു പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPM ഭരണത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള CPM-ന്റെ ഒരു ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നതിന് തന്നെ വലിയ അർത്ഥങ്ങളില്ല. കാരണം ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലെങ്കിൽ നേരത്തെ വെസ്റ്റ് ബംഗാളിൽ ഭരണമുണ്ടായിരുന്നു, ത്രിപുരയിൽ ഭരണമുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ചരിത്രമാണ്. CPM മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ് വെസ്റ്റ് ബംഗാളും ത്രിപുരയും ഒക്കെ. ഇനി അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MA ബേബി പറഞ്ഞ കാര്യം എന്താണ്? ട്രംപ് ലോകത്തിൻ്റെ പ്രസിഡന്റിനെ പോലെ പെരുമാറുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എതിരെയുള്ള നിലപാട് അത് അടുത്ത കേന്ദ്ര കമ്മിറ്റി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ട്രംപിനെതിരെ എടുക്കുന്ന നിലപാട് ഏതെങ്കിലും തരത്തിൽ ട്രംപിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇതൊക്കെ എന്താ പറയുക, രാഷ്ട്രീയ കോമഡിയായി തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ മതിയാവും. കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അദ്ദേഹമാണ് ഇതുപോലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ അദ്ദേഹം US പ്രസിഡന്റ് എന്ന് പറയുന്നതിന് പകരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിലെ ഒരു രാജാവിനെ പോലെയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുമായിരുന്നു. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നയപരമായ വിഷയങ്ങളിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷേ ഇന്ത്യയുമായി നല്ല രീതിയിൽ സൗഹൃദം പങ്കിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് US എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് ഇനി അധികം നാളുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. US-നെ മറികടന്നുകൊണ്ട് ചൈന 1-ാമതെത്താനുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് MA ബേബിയുടെ ഈ ഒരു പ്രസ്താവന, അതായത് ട്രംപ് ലോക പ്രസിഡന്റിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പറയുന്നത് അനവസരത്തിലുള്ളതാണ്, വെറും ഒരു രാഷ്ട്രീയ കോമഡിയാണ് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അങ്ങനെ അതിനെ തള്ളിക്കളയാനും പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുകയുണ്ടായി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ കരാറുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷത്ത് നോക്കുമ്പോൾ ട്രംപിനെതിരെ പലതരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളാണ് ഇപ്പോൾ ട്രംപിന്റെ ഭരണത്തിനെതിരെ നടക്കുന്നത്. പക്ഷേ MA ബേബി പറഞ്ഞത് മറ്റൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പലർക്കും ട്രംപിന്റെ ഭരണത്തോട് ഒരു വിമർശനാത്മകതയുണ്ട്. അതിൽ ഒരു പക്ഷേ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ട്രംപ് കൊണ്ടുവരാൻ ശ്രമിച്ച പല പരിഷ്കാരങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായി കൂടിയത്. ഒരു കുറച്ച് മലയാള മാധ്യമങ്ങളെ കണ്ടിട്ടല്ല ലോക കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം CPM-ന്റെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം നാഷണൽ മീഡിയയെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലൊരു കാര്യം പറഞ്ഞിരുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു പ്രസക്തി വരുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് സംസാരിച്ചിരിക്കുന്നത് ഒരു പ്രാദേശിക ചാനലുകളോടാണ്, അതായത് കേരളത്തിലുള്ള മലയാളം ചാനലുകളോടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. പിന്നെ
ട്രംപ് യു എസിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ രാജ്യത്തിൻ്റെയും തലവന്മാർ ശ്രമിക്കുക തങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഉണ്ട്. ആ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ഫോളോ അപ്സ് എന്ന് പറയുന്നത് അത് ഈ ഇന്ത്യൻ ഭരണം ആരംഭിച്ച അന്നു മുതൽ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന അന്നു മുതൽ ഉള്ള ഒരു ബ്യൂറോക്രാറ്റിക്കൽ സിസ്റ്റം അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു വരികയും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറി വരുന്ന വിഷയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റമാണ് നമുക്കുള്ളത്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നടക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുറച്ചുകൂടി മുമ്പോട്ട് കുതിക്കും. അങ്ങനെയാണ് ഇന്ത്യക്ക് ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ 3-ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പക്ഷേ MA ബേബിയെ സംബന്ധിച്ചിട്ട് MA ബേബി ഒരുപാട് ലോക രാജ്യങ്ങൾ ഒക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ശ്രീലങ്കൻ സർക്കാരും ഒക്കെ ആയിട്ട് വളരെ അടുത്ത, ശ്രീലങ്കയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഉള്ളത്. അപ്പോൾ ഒരുപക്ഷെ ചൈനയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, ഈ നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ചൈനയും ക്യൂബയും എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് സഖാക്കളെയൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ചൈനയ്ക്ക് എതിരാണ് US എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ US പ്രസിഡന്റിൻ്റെ ചില പ്രസ്താവനകൾ ചൈനയ്ക്ക് എതിരാണ് എന്നുള്ളത് കൊണ്ട് ചൈനയെ പിന്തുണയ്ക്കുന്ന ഒരു, അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു MA ബേബി പല പ്രാവശ്യം ചൈന സന്ദർശിച്ചിട്ടുണ്ട്. ചൈന വലിയ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് എൻ്റെ അറിവ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നിരീക്ഷിക്കുന്ന സമയത്ത് ചൈനയുടെ ശത്രു എന്ന് പറയുന്നത് US ആണ്. അപ്പോൾ US പ്രസിഡന്റിനെ വിമർശിക്കുക, അപ്പോൾ US പ്രസിഡന്റ് എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ചൈനയ്ക്കെതിരാണ്. അപ്പോൾ അദ്ദേഹം US പ്രസിഡന്റിന് നേരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ കോമഡി എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു സീരിയസ്നെസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കുറച്ചുകൂടി കാര്യഗൗരവത്തോടുകൂടി വിഷയത്തിലധിഷ്ഠിതമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് സ്വീകാര്യത ലഭിക്കുമായിരുന്നു. പക്ഷേ ഇത് ഇപ്പം എന്താ പറയുക, ഒരു ഞാഞ്ഞൂല് മൂർഖനെ വെല്ലുവിളിക്കുന്ന പോലെ ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. പിണറായി വിജയനെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറയുകയാണ് ഉണ്ടായതെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടായേനെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുകയുണ്ടായി, നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയനല്ലേ ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കർക്കശക്കാരനാകാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ? അല്ലെങ്കിൽ അത്രല്ല, ഒരു നേതാവ് എന്ന രീതിയിൽ ഒരു കേരളത്തിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി നിലയിൽ പിണറായി വിജയനുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യം കൂടി അവിടെ വരുന്നില്ല. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ സഹിഷ്ണുതയുമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള പിണറായി വിജയൻ്റെ ചില തീരുമാനങ്ങളെയാണ് പല ആളുകളും എതിർക്കുന്നത്. പിണറായി വിജയനോട് വ്യക്തിപരമായിട്ട് കേരളത്തിലെ ആർക്കെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുണ്ട്. അതായത് മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് പറയുക, പ്രമുഖരായിട്ടുള്ള ആളുകളെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചില ജനപ്രതിനിധികളെയൊക്കെ പരനാറി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ചില തീരുമാനങ്ങൾ പുറത്തേക്ക് വരിക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും നിരക്കാത്ത രീതിയിൽ അദ്ദേഹം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, ആ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല ആ ഒരു CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് CPMന്റെ ദേശീയ സെക്രട്ടറി തന്നെയാണ്. പക്ഷെ നമ്മൾ കണ്ടു CPMന്റെ 2ാം AKG സെന്ററിന്റെ ഉദ്ഘാടന സമയത്ത് CPMന്റെ ദേശീയ സെക്രട്ടറി നിന്നത് 3ാമത്തെ ലെയറിലാണ്. അതേ രീതിയിലുള്ള ഒരു അവഗണന CPMന്റെ ദേശീയ സെക്രട്ടറിക്ക് ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ദേശീയ സെക്രട്ടറിക്കും താഴെയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും കാണുന്നത് എന്താണ്? പിണറായി വിജയൻ ഒരു രാജാവിനെ പോലെയാണ് കേരളത്തിൽ പെരുമാറുന്നത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയോട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പാലിക്കേണ്ട ചില പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ പാലിക്കപ്പെടാതെ പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ പിണറായി രാജാവ് എന്ന് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. അദ്ദേഹം കരുത്തനായ ഒരു മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ചില ഏകാധിപത്യ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പും എനിക്കുണ്ട്. തീർച്ചയായും ഞാനൊരു രസകരമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ട്രംപിന്റെ ഭരണത്തെക്കുറിച്ച് സിബിക്ക് എന്താണ് പറയാനുള്ളത്? സിബി സപ്പോർട്ട് ചെയ്യുകയാണോ അതോ ട്രംപിന്റെ ഭരണത്തെ എതിർക്കുകയാണോ ചെയ്യുന്നത്? ട്രംപിന്റെ ഭരണത്തെ എതിർക്കുന്നതെന്ന് വെച്ചാൽ അത് ഓരോ നയപരിപാടികളിൽ അധിഷ്ഠിതമാണ്.
അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് സഹായകരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അത് തുടരട്ടെ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം എടുത്ത പല എതിർ നിലപാടുകളും ഉണ്ട്. ഇപ്പോൾ ഈ ജെൻഡർ ഇഷ്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പല എതിർ നിലപാടുകളുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പല നിലപാടുകളും ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ 29 പേരുടെ മരണത്തിന് ഇടയാക്കിയ തീവ്രവാദി ആക്രമണം നടന്നു. ഈ തീവ്രവാദി ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളും മനുഷ്യരാണ്. അവരോട് നമ്മൾ മനുഷ്യത്വം കാണിച്ചാൽ, ഇന്ത്യൻ ജനത മനുഷ്യത്വം കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള 29 പേരുടെ ആത്മാക്കളോടും കാണിക്കുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് ആ ഭീകരവാദികളോട് ഒരിക്കലും നമുക്ക് മനുഷ്യത്വം കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള കുടിയേറ്റത്തെ അദ്ദേഹം എതിർക്കുന്നു. അതിനെ മനുഷ്യത്വ രഹിതമായ നടപടി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള അഭയാർത്ഥികളായിട്ടുള്ള ഇന്ത്യക്കാരെ അവിടെ നിന്ന് ചങ്ങലയിൽ ബന്ധിച്ച് എയർഫോഴ്സിൻ്റെ വണ്ടിയിൽ കയറ്റി വിട്ടത് തീർത്തും അപലപനീയമാണ്. അതിന് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അവർ കീഴടങ്ങിയവരാണ്. തങ്ങൾ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറയുകയും അവർ കീഴടങ്ങുകയും ചെയ്തതാണ്. ആ മനുഷ്യരെ അവിടെ നിന്നും ചങ്ങലയിൽ ബന്ധിച്ച് കൊടും ഭീകരരെ കയറ്റി അയക്കുന്ന പോലെ കയറ്റി അയച്ചതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കത്തില്ല. പിന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ചില ഇറക്കുമതി നയങ്ങൾ, ആ ഇറക്കുമതി നയങ്ങൾ അദ്ദേഹം പിൻവലിച്ചു എന്നതിനാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞിട്ടുള്ളത്. അതാണ് ഇന്ത്യയുമായിട്ട് വ്യവസായത്തിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാണെങ്കിലും വളരെയധികം സഹകരണത്തോടുകൂടിയാണ് ഇനി വരുന്ന ആളുകളിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും ട്രംപും CPM-ഉം തമ്മിലുള്ള ഈ ഒരു സംഘർഷം എവിടെ വരെ എത്തി നിൽക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? ഇത് MA ബേബിയുടെ ഒരു പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. അത് ഇന്നത്തെ ഏറ്റവും രസകരമായിട്ടുള്ള മാധ്യമ വാർത്തകൾക്കിടയിൽ വീണ് കിട്ടുന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് ഇത് അവശേഷിക്കും എന്നതിനപ്പുറത്തേക്ക് മറ്റ് യാതൊരുവിധ ചലനങ്ങളും ഈ വാർത്ത സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഒരുപക്ഷെ അദ്ദേഹം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ രാവിലെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതിന് ശേഷം അദ്ദേഹം പറയാൻ വന്നത് മാറിപ്പോയതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ കോമഡി എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ ചലനങ്ങളും ഇവിടെ സൃഷ്ടിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധാരണ.